എവിടെ പോയാലും എൻ്റെ കൂടെ വരുന്ന ഒരാൾ ഇതാണ് കണ്ട അകത്തോട്ട് വരുന്നു. ഗൈസ്, ഇന്ന് മേഘയുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ ഉച്ചഭക്ഷണം. ഭാര്യയുടെ പേര് പറയുമ്പോ അനീഷ് സിക്സ് അടിക്കണ്ട, ഇജാതി കലിപ്പ്. അനീഷെ ആതിര ഗൈസ്, ഇക്കളി ഞാൻ ദയനീയമായിട്ട് റണ്ണൗട്ടായി. ഈ മരവാട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഫസ്റ്റ് പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. അതിൻ്റെ ഫ്രഷായി. അപ്പോൾ എനിക്ക് രാവിലെ തൈറോയിഡിൻ്റെ ചെറിയ ബോട്ടിൽ ലൈൻ ഉള്ളത് കൊണ്ട് തന്നെ 12.5 ടാബ്ലറ്റ് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ അലർജി ഉള്ളതുകൊണ്ട് നേസൽ സ്പ്രേ രണ്ട് യൂസ് ചെയ്താണ് രാവിലത്തെ എൻ്റെ മോർണിംഗ് തുടക്കം. മേയ്ക്കും ഇപ്പം പ്രഗ്നൻ്റ് ആയതിനു ശേഷം ബോട്ടിൽ ലൈൻ ഉണ്ടാകുമ്പോൾ 12.5 ഉണ്ട് ടാബ്ലറ്റ്. ഇത് രണ്ടും കഴിച്ചതിന് ശേഷമാണ് ഞാൻ നേരെ ജിമ്മിലോട്ട് പോകുന്നത്. കുറേ നാൾ മടിയായിരുന്നു വർക്കൗട്ട് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്ത് ഒരുവിധം സെറ്റായി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ട്രാക്കിലോട്ട് വരണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു പേഴ്സണൽ ട്രെയിനറിനെ വെച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇപ്പം 7:30 വർക്കൗട്ടിന് പോയിരിക്കും. ഇന്ന് 8 മണി 8:15 ആകുമ്പോൾ വരാനാണ് പറഞ്ഞ. കാരണം വെച്ചാൽ ക്ലൈന്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഒരു ഏത്തപ്പഴം കഴിച്ച് കൊട്ടു തുടങ്ങാൻ. ഗൈസ്, പെർഫ്യൂം അടിക്കും. അരി പൊട്ടിയിട്ട് ഞാൻ പോകും രാവിലേക്ക്. ഇത് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂമാണ് കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ആദ്യമായിട്ടും ലൈഫിൽ ഇത്ര ഞാൻ ആക്കിയത് ഒരു പെർഫ്യൂം. ഇത് ബ്രസീലിയൻ ക്രഷ് എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് പിസ്താച്ചു ആൻഡ് സോൾട്ടഡ് കാരമലിൻ്റെ ഒക്കെ നല്ല മണമാണ്. അത്യാവശ്യം ഇതിൻ്റെ വില ഏകദേശം 4000 രൂപ അങ്ങനെ എന്തോ ആണ്. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്തരം വിലയുള്ള ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാനിയവറിൽ നിന്ന് ഈ ഇടയ്ക്ക് മേടിച്ച ഒരു 1400 പെർഫ്യൂം. ഇതും അത്യാവശ്യം നല്ലൊരു സാധനമുണ്ട് കേട്ടോ. ഇത് രണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ വരാം. ട്രെയിനർ വന്നിട്ടുണ്ട്. ഒരു ഏത്തപ്പഴം കഴിച്ചിട്ട് നേരെ വർക്കൗട്ടിന് പോകും. ടോക്കിയോ ഗുഡ് മോർണിംഗ് ടോക്കി. ഗുഡ് മോർണിംഗ് ടോക്കിയോ സ്നേഹമില്ലാട്ടാണ്. ടോക്കി പോ മുണ്ടില്ല. ഈ നമ്മൾ ഈ വർക്കൗട്ടൊക്കെ കറക്റ്റ് പ്രോപ്പർ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഏകദേശം 1-2 ആഴ്ച അടുപ്പിച്ച് നമുക്ക് മിസ്സാവുകയാണെങ്കിൽ പിന്നെ വീണ്ടും തിരിച്ച് നമ്മുടെ ഡയറ്റിലും അതുപോലെ തന്നെ ഈ വർക്കൗട്ടിൽ ട്രാക്കിലൊക്കെ വരാൻ ഭയങ്കര പാടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പനിയൊക്കെ വന്ന് ഞാൻ നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് കറക്റ്റ് ഡയറ്റൊക്കെ എടുത്ത് പക്കയായിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ഷൂട്ടൊക്കെ ആയിട്ട് വർക്കൗട്ട് പിന്നെ കാണൂല. അപ്പോൾ വീണ്ടും പിന്നെ ആ ട്രാക്കിൽ ഒരു ഭയങ്കര പാടാണ്. പിന്നെ കുറേ നാൾ വരെ മടിയാക്കി വെയിറ്റ് ഒന്നും എടുത്ത് പുള്ള് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഫിനിക്സ് ബി ഫിറ്റ് എന്ന് പറഞ്ഞ ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എന്നെ പണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുള്ള കാരണം. അപ്പോൾ ഞാൻ ചെറിയ 1.5 മാസം പുള്ളിയെ കൊണ്ട് പേഴ്സണൽ ട്രെയിൻ ചെയ്യിച്ചതിന് ശേഷം അപ്പോൾ നമുക്കൊരു വെയിറ്റ് ഒക്കെ പോയി സെറ്റ് ആവുമല്ലോ. എന്ത് നമ്മളെ ജിമ്മിലോട്ട് പോകുന്നതായിരിക്കും. ഇത് ഫ്രീ വർക്കൗട്ടിന് മുമ്പായിട്ട് കുടിച്ചിരിക്കണം. എനിക്ക് ജിമ്മിന്റെ കാര്യത്തിനെ പറ്റി ഭയങ്കര വലിയായിട്ട് അറിവൊന്നുമില്ല. ഫ്രീ വർക്കൗട്ടിന് മുമ്പ് കുടിച്ച് തീർക്കണം എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പല ട്രെയിനേഴ്സും ഓരോന്ന് പറയും. ചിലപ്പോൾ രാവിലെ വന്നിട്ട് ഒരാൾ പറയും ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്, ഒരാൾ പറയും ഓട്സ് കഴിക്കാനേ പാടില്ല. ട്രെയിനേഴ്സ് ആരും കാണണമെങ്കിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ തിരുത്തുക. ഇതിൽ ഞാൻ അഗ്രകണ്ണിനൊന്നും അല്ല. അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ അഗ്രകണ്ണിനല്ല. നമുക്ക് തെറ്റുകൾ പറ്റും, പറയുന്നതിൽ തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട്. തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരിക. അപ്പോൾ ഇത് കുടിക്കട്ടെ. ഇത് ഒരു മിക്സഡ് ഫ്രൂട്ട്സിന്റെ ഒരു ഫ്ലേവറാണ്. പുളിപ്പാണ് കേട്ടോ. പുളിയുണ്ട്, പുളി വാമപ്പയുടെ എൻ്റെ ഇടയിൽ കുടിച്ച് തീർത്താൽ മതി. ഇതാണ് എൻ്റെ പേഴ്സണൽ ട്രെയിനർ പ്രബിൻ. ചേട്ടാ ഇന്ന് ഏതായിരുന്നു വർക്കൗട്ട്? ചെസ്റ്റ് ആപ്സ്. അപ്പോൾ ഗൈസ്, എനിക്ക് അതിന് മുമ്പ് ഇവിടുത്തെ ഈ പേക്കൂത്ത് പാട്ട് മാറ്റി നമ്മളെ തമിഴ് ട്രാക്ക് ഇടണമല്ലോ ചേട്ടാ. ഗൈസ് ഒന്ന് ചാർജായി. ഗൈസ്, എനിക്ക് ഈ ജിമ്മിൽ എനിക്ക് ഇംഗ്ലീഷ് പാട്ട് കേട്ട് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് മനസ്സിലാവില്ല ഒന്നാമത്തെ ഇംഗ്ലീഷ്. ആകെ 2-3 പാട്ട് അറിയാം. ബിലീവർ അറിയാം, ബേബി, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഒരു നമുക്ക് കിട്ടും. ബാക്കി പാട്ട് ഒന്നും എനിക്ക് കേട്ടിട്ട് വലിയ വർക്കൗട്ട് ചെയ്യാനുള്ള സുഖമില്ല. തമിഴ് വർക്കൗട്ട് സോങ് ഏത് അവിടെ ഫിനിക്സിലായിരുന്ന സമയത്ത് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒന്നീ റൊമാൻറ്റിക് സോങ് അല്ലെങ്കിൽ തമിഴ് പാട്ട് ഇട്ടിട്ട് അങ്ങോട്ട് വർക്കൗട്ട് പവറാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ പേഴ്സണൽ ട്രെയിനർ ഉള്ളതുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് കൂടി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇപ്പോൾ ഇപ്പം പുള്ളി പോസ്റ്റ് ആയിപ്പോൾ. അതിന് ഹെഡ്സെറ്റ് എടുത്തില്ല. ഇവിടെ വന്ന് അങ്ങ് തമിഴ് പാട്ടിടും.
അങ്ങനെ ചെസ്റ്റിന്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് ഹാപ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആപ്സിന് കളിച്ച് വയ്യ. ഇനി എത്ര വർക്കൗട്ട് ഉണ്ട്? കുറയ്ക്കാൻ പറ്റുമോ? ഈ പാക്കൊക്കെ അല്ലേ കട്ടയാക്കി വെച്ചേക്കണം, അങ്ങനെ സമ്മതിച്ചോളണം. അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിനൊക്കെ ഇറങ്ങുമല്ല, നമ്മൾ പറയും അയ്യോ അത്ര വലിയ ബോഡിയൊന്നും ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ അത്രയും ബോഡി ഉണ്ടാക്കാൻ അവന്മാർ പറഞ്ഞ പാടില്ലേ, വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു ഇത്തപ്പൂര് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞ പാട്. ആ അതെ, അല്ല ഇത് നമ്മള് ബോഡി ട്രാൻസ്ഫർ മാറ്റല്ലേ. ഞാൻ 55 കിലോ കിടന്നപ്പോൾ വന്നതാണ്. ഇപ്പൊ 60 65 കിലോ ആയി. എന്റെ ഹൈറ്റ് 174 ഇപ്പൊ 74 കിലോ ആക്കിയിട്ട് എനിക്ക് മറ്റേ ബൾക്കിങ് ഇഷ്ടമല്ല, ലീൻ ബോഡി അല്ലേ, അതാണ് താല്പര്യം. പുള്ളിക്കറിയാം തലയാട്ട് തൊട്ട് എത്ര ദിവസത്തേക്കാണെന്ന് അറിയാം. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. അപ്പൊ മൈൻഡൊക്കെ ഇപ്പോൾ ഓക്കെ ആയി. ആ പ്രീ വർക്കൗട്ട് കൊള്ളാം, കാരണം രാവിലെ അടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആ ഉറക്കച്ചടയിലൊക്കെ അങ്ങ് മാറി വന്ന് എനർജി കിട്ടും. മറ്റേ രാവിലെ കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അവിടെ ഇപ്പം ഇത്രയൊക്കെ ആയി. പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യണം 2022. ഈ വർഷം നമ്മൾ ബോഡി സെറ്റ് ആകില്ലേ, പറഞ്ഞതാണ് നമ്മൾ, അതിൽ മാറ്റമില്ല, സെറ്റാക്കിയിരിക്കും. അന്നേരം വരാൻ പറ്റിയായിരുന്നു. ബാക്കി കൂടി വയറിന് പോയി പൊട്ടിക്കട്ടെ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ബോഡി കണ്ടീഷൻ. ഇപ്പോൾ ചെസ്റ്റ് കളിച്ചിരിക്കുന്നുണ്ട്, പമ്പായി നിൽക്കുന്നത് കാണാൻ രസമായിരിക്കും. വീടത്തപ്പോൾ ഇതെല്ലാം പോകും. ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ 2 പാലിച്ചു. അച്ഛനാവുമെന്ന് പറഞ്ഞു, ക്യാമറ എടുക്കുമെന്ന് പറഞ്ഞു. ഇത് 2 ഞാൻ ചെയ്തു. ഇനി ബോഡി സെറ്റാക്കുമെന്നുള്ള കാര്യം പറഞ്ഞാൽ അത് ഈ വർഷം ഞാൻ സെറ്റാണ്. അത് പറഞ്ഞ് നമ്മൾ അടുത്ത ന്യൂ ഇയർ എത്തുമ്പോഴത്തേക്കും നമ്മൾ ബോഡി സെറ്റാക്കിയിരിക്കും. അത് വേറെ മാറ്റമില്ല. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞല്ലോ, നീ അടുത്തിട്ട് അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നെ കാത്തോട് ഒരാളുണ്ടാവും. അവിടെ ഇരിക്കുക നോക്കി. പോയി എവിടെ ഇരിക്കുന്നു. വർക്കൗട്ട് കഴിഞ്ഞ് വീടെത്തി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയ പ്രോട്ടീൻ ഷേക്ക് അടിച്ച് കുടിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് വെള്ളം, ഓട്സ്. എനിക്ക് പറയാനുള്ള എല്ലാ ട്രെയിനേഴ്സും കൂടി വട്ടത്തിലിരുന്ന് ഒരു തീരുമാനമെടുത്ത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ പറയുന്നതായിരിക്കും നല്ലത്. ഇത് അപ്പോഴപ്പോഴും ഒരു റീല് കാണുമ്പോൾ പറയും ഓട്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഒരു റീല് കാണുമ്പോൾ ഓട്സ് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് ഫാറ്റ് കയറുമെന്ന് പറയും. എന്താണെന്ന് എനിക്ക് തന്നെ അറിയാം. ഇതിനകത്താണ് കുറെ ഡോക്ടേഴ്സും മറ്റേ നമ്മളെ റീൽസിലൂടെ ഇങ്ങനെ പറയുന്നത്. ഒരാൾ ഒന്ന് പറയും, ഒരാൾ മറ്റൊന്ന് പറയും. ഇതിൽ ഏതാണ് കറക്റ്റ് നമുക്ക് അറിയണ്ട. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും കൂടി ഒരു വട്ടത്തിലിരുന്ന് ഒരു തീരുമാനം എടുത്ത് ഒരു റീലായിട്ട് ഇടുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. എല്ലാവരും പലതും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണുന്ന ആൾക്കാർ കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ഓട്സ് ഇട്ട് കഴിക്കാനാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് ഞാൻ ഓട്സ് ഇടാറുണ്ട്. ഓ ഗൈസ്, പീനട്ട് ബട്ടർ തീർന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നത്തേല് പീനട്ട് ബട്ടർ ഇല്ല. പിന്നെ മസിൽ ടക്കിന്റെ ക്രിയാറ്റിൻ ഉണ്ട്. കുറെ ആൾക്കാരൊക്കെ പറയാറുണ്ട് ക്രിയാറ്റിനൊന്നും കഴിച്ചുകൂടാ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇതിലിപ്പോ നമുക്ക് സത്യമാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ കഴിച്ചിരുന്നാലും നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക. ഞാനിപ്പോ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 1 ലിറ്ററിനകത്ത് വെള്ളം ഞാൻ കുടിക്കും. വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ കോൺസെൻട്രേഷനോ അങ്ങനെ എന്തോ ആണ് സംഭവം. കാരണം അത് എനിക്ക് ഉള്ളതാണെന്ന് പറഞ്ഞൂടാ. ഇപ്പൊ വയറിനൊക്കെ അസ്വസ്ഥത ഉള്ളവർക്ക് കോൺസെൻട്രേഷൻ അങ്ങനെ എന്തോ ആണ് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ അതനുസരിച്ചാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഐസൊലേറ്റ് ആണ് എന്തായാലും മേടിച്ചിട്ടുള്ളത്. ഐസൊലേറ്റിൽ തന്നെ കോൺസെൻട്രേഷൻ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എന്റെ മാംഗോ ഫ്ലേവർ ആണ് കേട്ടോ. മാംഗോ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആണ്. വേറൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ആ ബ്രാൻഡിന്റെ മാംഗോ ഫ്ലേവർ പാലടിച്ച് കുടിച്ചോണ്ടല്ലേ പൊളി. ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ. പീനട്ട് ബട്ടർ ഇല്ലാത്തോണ്ട് കപ്പലിന്റെയും കൂടി അടിച്ചു കൊടുക്കുക. ഉണക്കമുന്തിരി ഉണ്ടോ? ഉണക്കമുന്തിരി പറക്ക മടുക്കുപോലെ തിന്നോക്കി. പീനട്ട് ബട്ടർ ഇല്ലാത്തോണ്ട് കപ്പലിന്റെയും കൂടി ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ചെയ്യുന്നതില് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർ അഥവാ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയുക. 10 ട്രെയിനേഴ്സും കൂടി വന്നിട്ട് 10 കാര്യം പറയലും അത്രേ എനിക്ക് പറയുള്ളൂ. മിക്സിലിട്ട് ഒരു അടി അടിച്ചിട്ട് വരാം. ഞാൻ പ്രോട്ടീൻ എടുത്ത്
എല്ലാ ദിവസവും ടെറസിന്റെ മുകളിൽ വന്നിരുന്നാണ് കുടിക്കാറ്. കാരണം ഇപ്പൊ നമ്മൾ ഇത്രയും വേർത്തിട്ട് വന്നിരിക്കില്ല, അപ്പൊ മുകളിൽ നല്ല കാറ്റുണ്ട്. അപ്പൊ ആ കാറ്റ് കൊണ്ടിരിക്കുമ്പോൾ ബോഡി ഒന്ന് തണുക്കും, അതിനുശേഷം പോയി കുളിക്കണം. അതൊക്കെയാണ് എന്റെ പരിപാടി. ഞാൻ ഈ പണ്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് കോളേജ് സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് 37 കിലോ ഉണ്ടായിരുന്നു. വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ കയറിയ സമയത്ത് 37 കിലോ. അപ്പൊ എന്റെ കയ്യിലെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഈ സൈസേ ഉള്ളൂ. ഭയങ്കര സ്കെൽറ്റ് ആയിരുന്നു. 37 കിലോ ഉണ്ടായിരുന്നു പറയുമ്പോൾ അപ്പൊ ഹൈറ്റും ഉണ്ട് എനിക്ക്. ആലോചിച്ച് നോക്കുക, കാര്യം കമ്പ് കണക്കാണ്ടിരിക്കണം. ഇപ്പൊ പണ്ട് പയ്യന്മാരൊക്കെ പറയും നമ്മൾ ഈ മാസ്റ്റർ ബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കുറയുമെന്നൊക്കെ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് മാസ്റ്റർ ബേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കും. അപ്പൊ അയ്യോ സൈസ് കുറച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പയ്യന്മാര് എന്നെ കളിയാക്കുമായിരുന്നു. ഇതേതാ മാഞ്ഞു പോവും, മറ്റേണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. ഒരു ഇൻസൾട്ട് ആണ്. ഞാൻ ജിമ്മിൽ കയറി വർക്കൗട്ട് ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അതായത് 80% വർക്കൗട്ടും 20% ഫുഡ് എന്നുള്ളത് വലിച്ച് എന്റെ കൂടെ വർക്കൗട്ട് ചെയ്തവന്മാരൊക്കെ സൈസായി. അതുകൊണ്ട് എന്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. എന്റെ കൂടെ വർക്കൗട്ട് ചെയ്യണവന്മാരൊക്കെ പെട്ടെന്ന് സൈസൊക്കെ വയ്ക്കും, ഞാൻ ഇല്ല. അപ്പൊ അങ്ങനെ പിന്നെ മനസ്സിലായി ഫുഡാണ് 80% 20% ഉള്ള വർക്കൗട്ട്. അന്നത്തെ സമയം പൈസയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഡ്രൈവിങ്ങിന് പോകുമായിരുന്നു. പിന്നെ ഒരു ചേട്ടനോട് ഇലക്ട്രിക് പണിക്കൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഒരു 500-550 രൂപ അപ്പം ഒരാഴ്ച കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനൊക്കെ മേടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ പ്രോട്ടീനും അല്ലാത്ത മറ്റേ മുട്ട അങ്ങനത്തെ ഓരോ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ച്, പീനട്ട് ബട്ടർ അങ്ങനെ കുറെ സാധനങ്ങൾ മേടിച്ചു വെച്ച് കഴിച്ചാണ്. പിന്നെ നമ്മൾ ചേഞ്ച് വരുമല്ലോ, ചേഞ്ച് വരുമ്പോൾ പിന്നെ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര അങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നു. പിന്നെ കുറച്ച് നാള് പിന്നെ എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല. കുറെ നാൾ ചെയ്യും, പിന്നെ മടിക്കും, കുറെ നാൾ ചെയ്യും, പിന്നെ മടിക്കും, അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങി ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് മസിൽസ് ലൂസായിട്ട് ഭയങ്കര നടുവേദന അങ്ങനെയൊക്കെ വരുമായിരുന്നു. പിന്നെ വീണ്ടും കോവിഡ് മാറിയതിനു ശേഷം വർക്കൗട്ടിന് കയറി. പിന്നെ ഒരു സമയമായപ്പം 55 കിലോ തന്നെ നിന്ന് സ്റ്റക്കായി നിന്നു. 50-52 കിലോ. അപ്പം എനിക്ക് പതിവില്ലാതെ ഭയങ്കര ക്ഷീണവും എന്തൊരു കാര്യം ചെയ്യാനും ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. അത് ഈ ഒരു ഇടകാലത്ത് ഒരു വർഷത്തിനകത്ത്. അപ്പം എനിക്ക് പിന്നെ ഈ ഹെയർ ഇങ്ങനെ റൗണ്ടിൽ പോകുന്ന ഒരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ സ്കിൻ ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തൈറോയിഡിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പൊ ആ ഡോക്ടർ 25-ന്റെ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മേഘയുടെ അമ്മയുടെ ഇങ്ങനെ പറഞ്ഞു, ആന്റി ഇങ്ങനെ തൈറോയിഡ് പ്രോബ്ലം 20. അപ്പൊ ആന്റി പറഞ്ഞു 25 ആദ്യമേ തന്നോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ആന്റി പറഞ്ഞു ചെറിയ ഡൗട്ട് ഉള്ളതുകൊണ്ട് പറഞ്ഞ് ഇതിന്റെ തൈറോയിഡിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോസ്മോയിൽ കാണിച്ചപ്പം ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അമ്മയ്ക്കും തൈറോയിഡ് ഉള്ളതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് 25 വേണ്ട 12.5 കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് ആദ്യമേ സീരിയസ് ആയിട്ട് എടുത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം കുറച്ച് ആൾ കഴിക്കും. ഞാൻ രാവിലെ വെറും വയറ്റിൽ കഴിക്കണോ, ഞാൻ മറന്നു ഇപ്പോഴും. അപ്പൊ അങ്ങനെ കഴിക്കായിരുന്നു. വീണ്ടും അടുത്ത് ചെക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് കൂടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇത്തിരി പ്രശ്നമുള്ള സംഭവമാണ് ഈ തൈറോയ്ഡ് എന്നുള്ള കാര്യം. പിന്നെ മര്യാദയ്ക്ക് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിക്കാൻ തുടങ്ങി. പിന്നെ കുറഞ്ഞ് നോർമൽ ആവുമല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ ഒരു 3 മാസം കൂടി ടാബ്ലറ്റ് കഴിക്കണം. അത് കഴിച്ചതിന് ശേഷം നമുക്ക് നിർത്തിയിട്ട് നമുക്ക് അല്ലാതെ ഗുളിക കഴിക്കാൻ നോക്കാം. അപ്പം നോർമൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കണ്ടല്ലോ എന്ന് പറയും. ഒന്നാമത്തെ ഈ തൈറോയിഡിന്റെ പ്രോബ്ലത്തിനുള്ള ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് കേട്ടോ ബോഡി ആഹാരം കഴിക്കുന്നൊരു ശരീരത്തിൽ പിടിക്കുന്ന. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ചെറിയ പരിപാടി തൈറോയിഡിന് അങ്ങനത്തെ കുറച്ച് വിഹലിത്തനം ഉണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ ശരീരത്തിൽ എത്തിക്കൂല. അപ്പൊ അത് കറക്റ്റ് അത് നോർമലായി തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് മാറ്റം വന്നു. പിന്നെ ഡോക്ടർ അന്ന് എനിക്ക് പറഞ്ഞ സിംറ്റംസ് ഒന്നുമില്ല, എനിക്ക് ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു മടി അങ്ങനെയൊക്കെ. പിന്നെ ഇത് കഴിച്ചപ്പോൾ പിന്നെ നോർമലായി. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വർക്കൗട്ട് മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ട്രാക്കിൽ വന്ന് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 55-ന്ന് 60 കിലോ 62 കഴിക്കും. നല്ലപോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ഏകദേശം 65 കിലോ ആയി. നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ട്രാക്കിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പരിപാടി, ചിലപ്പോൾ ഒരാഴ്ച പനിയായിട്ട് കിടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് എറണാകുളം പോയി പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ വീണ്ടും ട്രാക്കിൽ വരാൻ ഭയങ്കര പാടാണ്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് എടുത്തിട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മൾ മടി വന്നാൽ അവർ വെച്ച് അടിച്ചു കയറ്റി തരുമ്പോൾ നമ്മൾ ചെയ്യും. വീണ്ടും പൈസ കൊടുക്കണല്ലേ, അപ്പം നമുക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് തോന്നും. അപ്പം ഇപ്പം ഏകദേശം ട്രാക്കിൽ വന്നു തുടങ്ങി. ഇനിയിപ്പം എനിക്ക് 65 കിലോ ഉണ്ട്. അപ്പം എനിക്ക് 174 ഹൈറ്റ് ഉണ്ട്. അപ്പം 74 കിലോ ആക്കണം. ലീൻ ബോഡി പോലെ തന്നെ മസ്കുലർ ഈ അത്ലറ്റിക് ഫിസിക്കൊക്കെ ഇല്ല, അതുപോലെയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാം നമ്മൾ ചെയ്യും. നമ്മൾ കൺസിസ്റ്റൻസിയാണ് മെയിൻ. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. പിന്നെ ചില ബോഡി ബിൽഡേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഹരം കയറണം, തള്ള കയറ്റണം എന്നുള്ള സംഭവമൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും പറയുന്നത് ഇപ്പോഴത്തെ നമ്മളെ സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ ചുമ്മായിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പലതരത്തിലുള്ള അസുഖങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ തന്നെ പോകണം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളതിൽ പൈസ ഉള്ളതുപോലെ അല്ലാത്ത എക്സസൈസ് നമുക്ക് രാവിലെ നടക്കാൻ പോവുക, ഓടാൻ പോവുക, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ട് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവരും ചെയ്യണം, മടിയടിച്ചിരിക്കലും. കാരണം ഇപ്പോൾ 10, 30, 35 വയസ്സിലൊക്കെ എല്ലാവരും മരിക്കുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എക്സസൈസ് ചെയ്യുക. എക്സസൈസ് മസ്റ്റാണ്. നമുക്ക് എക്സസൈസ് കൊണ്ട് നമ്മളെ ബോഡിക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണം ആക്കാം.
അതൊരു അത്ഭുതമാണ്. നമ്മൾ വിചാരിച്ച നമ്മളെ ബോഡി എങ്ങനെ വേണം ആക്കാം. ഇനി അടുത്ത് എല്ലാവരും വർക്കൗട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുളിച്ചതിന് ശേഷം എഡിറ്റ് ചെയ്യാനുണ്ട്. ഈ മൊബൈൽ ചാർജ് തീർന്ന് അത് കഴിഞ്ഞതിന് ശേഷം മേഘയുടെ വീട്ടിലോട്ട് പോകണം. മേഘയ്ക്ക് എക്സസൈസ് ചെയ്യേണ്ട സമയമായി. ഡോക്ടർ പറഞ്ഞ് എക്സസൈസ് തുടങ്ങണം. അപ്പം നടത്താം അതൊക്കെ. അപ്പോൾ അവളും ചെറിയ മടിച്ചിയാണ്. അപ്പോൾ ഇനി ഡെലിവറി ഒക്കെ ടൈം എടുക്കാറ്. അപ്പം എക്സസൈസ് ചെയ്യണം, സ്ക്വാട്ട് ചെയ്യണം, പിന്നെ നടത്തം, അങ്ങനത്തെ കുറച്ച് പരിപാടി, സ്റ്റെപ്പ് കയറ്റി ഇറക്കണം, അങ്ങനെയൊക്കെ കുറച്ച് എക്സസൈസ് ചെയ്യിക്കണം ചെറുതായിട്ടൊക്കെ. ഇനി ഞാൻ പോയാലും അത് ചെയ്യുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മേഘ വർക്കൗട്ട് ചെയ്യിക്കണം. വർക്കൗട്ട് ഞാൻ എന്തായാലും ചെയ്യും ഗൈസ്. കാരണം എല്ലാവരുടെ ഹെൽത്ത്, കാരണം എൻ്റെ ക്രൂവിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ വർക്കൗട്ട് ചെയ്യും. അനീഷ് വർക്കൗട്ട് ചെയ്യുന്നില്ല ഇപ്പൊ, കാരണം മടിയനാണ് ഒന്നാമത്തെ കാര്യം. 18,000 രൂപ ജിമ്മിൽ ഒരു വർഷത്തേക്ക് കൊടുത്തിട്ട് വെറും ഒരാഴ്ച മാത്രമേ വന്നുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഇപ്പൊ വർക്കൗട്ട് ചെയ്യുമ്പോഴുണ്ട്. ബിജോയ് സ്റ്റാർട്ട് ചെയ്തു, ആകാശ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എഡിറ്റർ അല്ല എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ഞാൻ അടിച്ചോട്ടിക്കും വർക്കൗട്ട് ചെയ്യും. ഹെൽത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് എല്ലാവരും ഇൻഷുറൻസ് ഒക്കെ എടുത്തോണം കേട്ടോ. കാരണം നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് പൈസ നമുക്ക് അളവില്ലാതെ നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണം ചോയ്സ് ചെയ്യാം. ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ പ്രൊമോഷൻ ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി കുളിക്കട്ടെ ഗൈസ്. എന്നിട്ട് എഡിറ്റ് ചെയ്യണം. ഇന്നിടാനുള്ള ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മേഘയുടെ വീട്ടിൽ പോയി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട്. ആ ഒരു കാര്യത്തിൽ മേഘ ഓക്കെ കേട്ടോ. വീഡിയോ ഷൂട്ട് ഈ സമയത്തിലും ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ മേഘ റെഡിയാണ്. നമുക്കൊരു ചെറിയ ഡാൻസ് വീഡിയോ, ഒരു കപ്പിൾ ഡാൻസ് വീഡിയോ ചെയ്യാനായിട്ട് അവൾ കുറച്ച് ആളോട് പറയുന്നു. മറ്റേ വിജയ് സേതുപതിയും നിത്യമേനോന്റെ സോങ്ങില് ആ സാധനം ഒന്ന് ഷൂട്ട് ചെയ്യണം. പിന്നെ എനിക്ക് ഒരു ഇൻസൾട്ട് ആയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ മാനസികമായിട്ട് തളർന്നുപോയി. അതായത് ഞാൻ ഭയങ്കര സ്കെൽറ്റ് ആയിരുന്നല്ല. അപ്പോൾ നമ്മളവിടെ ഫുട്ബോൾ കളിക്കും. അപ്പോൾ എല്ലാവരും പാൻസ് ഇട്ട് കളിച്ചാൽ ഭയങ്കര ഇതല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അകത്ത് നിക്കറിട്ടിട്ട് പാൻസ് ഇങ്ങനെ താത്ത. അപ്പം എൻ്റെ കാല് ഭയങ്കര കോഴിക്കാലാണ് കാണിരുന്നത്. എല്ലാം കൂടി എന്നെ ഊക്കി റെഡിയാക്കി ഗൈസ്. ഞാൻ മാനസികമായിട്ട് അന്ന് ഞാൻ ഭൂമി പളന്ന് താഴോട്ട് പോയാ മതി എന്ന് പറഞ്ഞു. ഗ്രൗണ്ടിലൊക്കെ എന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് ഗ്രൗണ്ടില് ഊക്കെന്ന് പറഞ്ഞാൽ വട്ടത്തിരുന്ന് ഊക്കും, മനസ്സിലായില്ലേ? ബോഡി ഷേമിങ്ങിന്റെ അങ്ങേ അറ്റു പറഞ്ഞു. അയ്യോ എന്നെയൊക്കെ ഊക്കിയതിന് കയ്യും കണക്കുമില്ല. പിന്നെ ഞാൻ തിരിച്ചു ഊക്കും കേട്ടോ ചേട്ടന്മാരെയൊക്കെ. ചേട്ടാ അപ്പൊ ചേട്ടൻ എന്നെ പിടിച്ചിട്ട് ഇടിക്കും. അമ്മമാർക്ക് തിരിച്ച് പറയാനില്ലാത്തപ്പോ എന്നെ പിടിച്ചിട്ട് ഇടിക്കും. അങ്ങനത്തെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാ ഈ കോഴിക്കാല്, അയ്യോ ഉമ്മാരൊക്കെ പാനിന് അത് ഉമ്മാര് ചിരിയും തുടങ്ങി. എന്റെ അമ്മ ഞാൻ അതിനുശേഷം പിന്നെ പാൻസ് ഇട്ടുകൊണ്ട് ഇറങ്ങുള്ളൂ. ഞാൻ ഈ സാധനം ഇറങ്ങി നിർത്തി നിക്കറിനേക്കാൾ ഇപ്പൊ ഇടും. ഇപ്പം പിന്നെ എനിക്കിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം, അങ്ങനത്തെ മൈൻഡായി. പണ്ട് അങ്ങനെ അല്ലല്ലോ, ചെറിയ ഉള്ള മനസ്സ് ഊക്കി കരഞ്ഞാൽ അപ്പം മനസ്സായിട്ട് ഇത് വരും. അതിനുശേഷം അതിൻ്റെ ട്രോമ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഓക്കെ, ഇപ്പം ലെഗിന് നമ്മൾ അടിക്കുക ജിമ്മിൽ പോയി. ഇനി ലെഗൊക്കെ ഒന്ന് റെഡിയാക്കി ഇടണം. മടിയോണ്ട് എനിക്ക് ലെഗ് ചെയ്യേ. പക്ഷെ ഇപ്പം ഫസ്റ്റ് ട്രെയിനറോട് അങ്ങനെ ചവിട്ടി കയറ്റി തരും. അതുകൊണ്ട് ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. കണ്ടവും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ മൈൻഡ് സെറ്റ് ആക്കണം. ചെയ്യണം നമ്മൾ വിചാരിച്ചാൽ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസൾട്ട് വന്നാൽ മാത്രം നമുക്കത് പക്കയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആ ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബോഡി അതായത് ഞാൻ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത 2 കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ബോഡിയും കൂടി സെറ്റാക്കിയാണ്. ഏകദേശം ഒരുവിധം സെറ്റായി വരുന്നുണ്ട്. ഈ അടുത്ത ന്യൂ ഇയർ വരുമ്പോൾ സെറ്റാക്കി ഞാൻ. എന്നിട്ട് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോയി കുളിക്കട്ടെ, വെറുപ്പിക്കുന്നില്ല. എവിടെ പോയാലും എൻ്റെ കൂടെ വരുന്ന ഒരാൾ ഇതാണ് കണ്ട. അകത്തോട്ട് വരുന്നു ഓക്കെ. ഇപ്പോ താട്ട് പോവാ കണ്ട, എൻ്റെ കൂടെ വരും ചക്കര. വാ കുടുങ്ങി പോവേണു. ഞാൻ വരുന്നില്ല ടോക്കി. ഞാൻ മോളിൽ പോകുന്നു. ഇല്ല പറഞ്ഞ താഴോട്ട് പറഞ്ഞു. ചുമ്മാ ഓടി ഹെൽത്ത് കളയല്ലേ ടോക്കി. നീ പോവാ ടോക്കി. ഹായ് പറ എല്ലാവരും. ഹായ് പറ ടോക്കി. ഹായ് പറ ഗായ്സ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി എഡിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഞാൻ ഐപാഡിലാണ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം എല്ലാം കൂടി ഐഫോണിലായി കഴിഞ്ഞാൽ അത് താങ്ങൂല. അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ പെട്ടെന്ന് കുറയും. ഞാൻ ക്യാപ്കട്ടിലാണ് കേട്ടോ ഗൈസ് എഡിറ്റ് ചെയ്യുന്നത്. VPN യൂസ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ന് വൈകിട്ട് ഇടാളാണ്. ഇപ്പോൾ സമയം ഏകദേശം 11:30 ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് തീർക്കും. ഇപ്പോൾ ടോക്കി എൻ്റെ കൂടെ കാണും. ടോക്കി എവിടെ എൻ്റെ ടോക്കി മോളൂസ് വാ. ടോക്കി ഉണ്ടാവും കൂട്ടിന്. അതിൻ്റെ അടുത്ത് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഡോക്ടർ വീട്ടിൽ പട്ടിയോ കൊണ്ടുവന്ന് ചോദിച്ചേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അതിന് പറ്റില്ല കേസ്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് അലർജിയുടെ ഇനി അങ്ങേറ്റം വന്നാൽ ശരി തന്നെ. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു, എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് എനിക്ക് എൻ്റെ ടോക്കിയോ. കാരണം അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആണ്. പാവം നമ്മൾ ഒന്ന് എന്ത് ചെയ്തിട്ടാണ് പാവം. അത്രയും ഭയങ്കര സ്നേഹമാണ്. നമ്മൾ വരുമ്പോഴേ കാത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. ഒരു ദിവസം പോലും അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കുറവ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ വരും, തലോട്, നമ്മളെ കൂടെ എവിടെ ഉണ്ടോ അവിടെ വന്നിരിക്കും. റൂമിലായിരുന്നല്ലോ കണ്ട, ഇപ്പോഴും അവിടെ വന്നിരിക്കുകയാണ്. ടോക്കിയോ എന്ന് വിളിച്ചാൽ ഇപ്പം വരും. ടോക്കിയോ ബാ കണ്ട. ബാ എത്ര ദിവസമായി കണ്ട. അന്നിങ്ങനെ ഇരിക്കും പാവം. ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ ഞാൻ മാസ്ക് യൂസ് ചെയ്യാന്നുള്ള പ്ലാനായി. അപ്പം ഇത് യൂസ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. ഞാനങ്ങ് യൂസ് ചെയ്യും. പിന്നെ എൻ്റെ ടോക്കിനെ എനിക്ക് വിട്ട് നിൽക്കാൻ പറ്റൂല. എൻ്റെ ടോക്കിയോ അല്ല, ഞാൻ അങ്ങനെ വീട്ടിൽ
നമ്മളല്ലാതെ വീട് ഒരു കുടുംബ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഇപ്പം വീട് മാറി താമസിച്ചിട്ട് എടുത്തുള്ളത് എൻ്റെ ഫസ്റ്റ് പട്ടിക്കുട്ടിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റൂല. ഞാൻ ചത്തുവാണെങ്കിൽ അങ്ങ് പോട്ടെ. പക്ഷെ ഞാൻ ജീവനുള്ള കാലം ഇത് ഇവിടെ കാണും. എനിക്ക് അലർജി വന്നാലും ഞാൻ അത് അങ്ങ് സഹിച്ച് ഓക്കെയോ ചേട്ടായിട്ട് അങ്ങനെ ഇറങ്ങി താഴെ ഇറങ്ങിക്കോ. ഈ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ ഒരു കളറുള്ള ഒരേ ഒരു വീട് ഇതാണ്. അതുകൊണ്ട് തന്നെ മേഘയുടെ വീട് സുഖിക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. എന്തോ വലിയ ബിസിനസ്സിലാണ്. ഇന്നെങ്ങനെ നടക്കും നിന്റെ ബിസിനസ് ഡീൽസ്? നടക്കും. ഗൈസ്, ഇന്ന് മേഘയുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ ഉച്ചഭക്ഷണം. വലിയ സ്പെഷ്യൽ ഒന്നുമില്ല. നേരത്തെ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ വിളിച്ചിട്ട് പറയണേ നേരത്തെ വരുമെന്ന് പറയാത്തോണ്ട് ചോറ് പോലും തയ്ക്കൂല. ബിരിയാണി ഓർഡർ ചെയ്യാം. ഞാൻ പിന്നെ രാവിലത്തെ കപ്പടി ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാം. മാനസികമായിട്ട് വിഴുക്ക് മോര് സ്വിഗ്ഗി റാപ്പിംഗ് എന്ന് മാത്രമല്ലേ ഉള്ളൂ. കുട്ടിയുടെ മേന്മ ഇവിടെ ചാരിന്നപ്പം ടീഷർട്ടിൽ ഫുള്ള് കളറായി. സെയിം കളർ. അവിടെ പോയി കണ്ണാടി പോയി നോക്കണം. വീട്ടില് ഉച്ചക്ക് നല്ല ചോറുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് ഒന്നുമില്ല. ചോറുണ്ട്. ഈ ജിമ്മിൽ പോയി എനിക്ക് ഇന്ന് കഴിക്കാൻ പ്രോട്ടീൻ ഇല്ല. നൊത്തോലി മീനുണ്ട്, എല്ലാം ഉണ്ട്. ജിമ്മിൽ പോണെങ്കിൽ നൊത്തോലി മീനൊക്കെ കഴിക്കേണ്ടത് മതി, അത് മതി. അവസരം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തു. ഞാൻ വീടിന് വേറെ അഡ്രസ്സൊന്നും വെച്ചില്ല. വയലറ്റ് കളർ വീട് ആണ് വെച്ചാ, ചെമ്പഴന്തിയിൽ വയലറ്റ് കളർ വീട്. ഈ വീട് ഈ ഭൂമി തന്നെ ഇവർക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ പെയിന്റ് മിച്ചം ഇരുന്ന പെയിന്റ് ആണ് കേട്ടോ. ഈ പുള്ളിക്കാരി അപ്പോഴപ്പോഴപ്പോ ഇവിടെ ചാരും ഡ്രസ്സിൽ ഫുള്ള് ഈ കളറാക്കും. ഈ എൻവലപ്പിന്റെ ഒരു ഇതായിരുന്നു, വെള്ള കളറായിരുന്നു. ഇത് ഇവിടെ കൊണ്ട് നമ്മൾ ചെറുതായിട്ടും തൊട്ടേ ഉള്ളൂ, കളർ മാറി. ഈ പെയിന്റ് മായ്ക്കണമെങ്കിൽ തന്നെ 1 കോടി രൂപ വേണം. അങ്ങനത്തെ ഒരു പെയിന്റ് ഈ അമേരിക്കക്കാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഈ വീട്. കാരണം മോളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ കളറിൽ ഒറ്റ വീടേ ഉള്ളൂ. വെളിയിൽ വയലറ്റും അകത്ത് പിങ്കും. ആരുടെ അടിച്ചു വെച്ച ഈ വീട്? എന്റെ മുതലാളി ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ. എന്തിനീ ചെയ്യണത്? എനിക്ക് പിന്നെ ഈ പൊടി ഇത് നാസയ്ക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റും. ആ വീട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, നല്ല പ്യുവർ നല്ല കളർ. ഒരു സുഖിക്കാരി ഇതുവഴി പോയാ ഈ കളറെന്ന് മാത്രം പറയാം. അഡ്രസ്സും പറഞ്ഞ വീട്ടിൽ മതി. ട്രാൻസ്ഫോമർ പറയണ്ട. വയലറ്റ് ഈ ലൊക്കാലിറ്റി അല്ല, ഈ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു കളർ പെയിന്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് അപ്പൊ അതുവരെ മേഘ ഡാൻസ് പഠിപ്പിച്ചു തരാൻ പോയി. ഡാൻസ് അതെ, ഇന്ന് എക്സസൈസ് ഉണ്ട്, നടക്കാൻ പോണം. എനിക്ക് 5 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കണം. ദ പ്ലാൻ ഈസ് ഗോയിങ് ഓൺ. പഠിച്ചിട്ട് ഗൈസ്, അപ്പോൾ നമ്മളുടെ ഡാൻസ് വീഡിയോ എടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഡാൻസ് വീഡിയോ വന്നതിന് ശേഷമായിരിക്കും ഈ വ്ളോഗ് വരാൻ പോകുന്നത്. അത് 100% ഷുവർ. കാരണം നമ്മുടെ എഡിറ്റർ പയ്യന് പനിയായിരുന്നു 2-3 ദിവസം. ഇപ്പൊ എണീറ്റേ ഉള്ളൂ. ഒന്ന് എണീറ്റപ്പോ തന്നെ ഗ്ലാസ് വെച്ച് ഇറങ്ങി. സൂസൊക്കെ താഴെ ഊരിട്ടേണ്. എന്നെ മേഘ ഒക്കെയാണ് വെച്ച് സുഖമായിട്ടിരിക്കുന്നു. എല്ലാം റെഡിയാണ്. ഡാൻസ് എങ്ങനെയുണ്ട്? ഇത്രയും 9 മാസം ആയാലും വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ജില്ല് ജിമ്മിക്കും. അതായത് ജില്ല് ജിമിക്കി കണ്ടത്. അനിയത്തിയുടെ ഡ്രസ്സാണ്. കൊള്ളാം. അവക്ക് കൊള്ളാം, എനിക്കും കൊള്ളാം. നിനക്ക് സൂപ്പർ. ഹിന്ദിക്കാരന്മാരവിടെ പണി ചെയ്യുക. ഒരു ഫോൺ കൂടി എടുക്കാണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇനി അടുത്തൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് പോകണം ഒരു 5 മണിയാകുമ്പോൾ. ഇപ്പം ഏകദേശം 4:15. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് ഡാൻസ് കളിച്ച് വേർത്തെ. അപ്പോൾ ഗൈസ്, അവിടെ ഷൂട്ടിങ് കഴിഞ്ഞു. നമ്മൾ പോകാൻ ഇറങ്ങി. വർക്കൗട്ട് ചെയ്യില്ല. നന്നായി, നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. ഇന്ന് ചെയ്യാമോ? ഇനിയിപ്പോ ഡാൻസ് തന്നെ ഒരു വർക്കൗട്ട് ആയിരിക്കും. ഡാൻസ് വർക്കൗട്ടാണ്. മട്ടി. ഞാൻ കൊറേ ആരെങ്കിലും കളിയാക്കണം എങ്കിൽ ഒരു 2-3 ദിവസത്തേക്കുള്ള മോട്ടിവേഷനിൽ പോകും. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് പ്രഗ്നൻസി വർക്കൗട്ടാണ്. ഞാൻ പറഞ്ഞു തരാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ കമ്പിയിൽ എങ്ങാനും പിടിച്ചിട്ട് സുഖോടാ. നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സ്കൂളിൽ പോയിട്ട് എവിടെ ചെക്കന്മാരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇതിപ്പോ മേഘര കുറച്ച് ദിവസം ആയതുള്ളൂ. 2-3 എത്ര മാസം ഓടി. അപ്പൊ ഇങ്ങോട്ട് വീട് മാറിയിട്ട് ഇതിവിടെ മേടിച്ച് അപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. മേഘ വർക്കൗട്ട് ചെയ്യണം പ്ലീസ്. ജസ്റ്റ് ഇവിടെ എവിടെയും പിടിച്ചു ജസ്റ്റ് ഇരുന്ന് എണീറ്റാൽ മതി. അല്ല സ്റ്റെപ്പ് ഒരു 10 പ്രാവശ്യം കയറി ഇറങ്ങിയത്.
ഗുഡ് ജോബ്. വണ്ടി ഉള്ളിടത്തോട്ട് നടക്കണ്ട. സമയം തെളിഞ്ഞ് സമയം നല്ല സമയമാണെങ്കിൽ അതുമ്പോൾ നെഞ്ചത്ത് കയറും. അതുകൊണ്ട് ഒന്നും വേണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി, പുറത്തോട്ടൊന്നും ഇത് ഇറങ്ങണ്ട. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ക്രിക്കറ്റ് കളി ഉണ്ട്. എല്ലാം കഴിഞ്ഞ ഒരു സ്ട്രെസ് റിലീഫ് സാധനമാണ് ക്രിക്കറ്റ് കളി. അത് ഇന്ന് വൈകിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ടീം തോപ്പിച്ചു, തിരിച്ച് തോപ്പിക്കണം. അതിന്റെ വാശിക്കാണ് നമ്മളിന്ന് പോകുന്നത്. തോപ്പിക്കണം. ഓ അനുഗ്രഹിച്ചു. ആ ഒരു കാര്യം ഉണ്ടോ? ആ ഒരു കാര്യത്തിൽ കൊച്ചിന്റെ അനുഗ്രഹം ഉണ്ടല്ലോ ഗൈസാ. ആ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോവാൻ എന്റെ കൊച്ചു കളിക്കാൻ പോണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോയാ എന്റെ ഫോണൊന്നും വിളിയില്ല. കളിച്ചിട്ട് വന്നാൽ മതി, വീട്ടിലുണ്ട്. ഫുൾ സപ്പോർട്ട്. ഓക്കെ പോട്ടെ വേഗം, പോയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. പോട്ടെ. കളിക്കാൻ വേണ്ടി പോകണം. 8:30 കളി. 3 മണിക്കൂർ കളിയുണ്ട്. അപ്പോൾ ആ സമയം എന്തെങ്കിലുമൊക്കെ വേണമല്ലോ കഴിക്കാൻ. അപ്പോൾ വേ പ്രോട്ടീന് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ആ സമയം എന്തെങ്കിലും ഗ്യാപ്പ് ഫില്ല് ചെയ്യണ്ടേ. ഒരു സ്കൂപ്പ് വേ, ഒരു ദിവസം ഞാൻ 2 സ്കൂപ്പ് വേ എടുക്കും. കളിച്ചിട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്തൊരു ഫുഡ് കൂടെ കഴിച്ചിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങും. അതാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകണം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഉള്ളു ഇന്ന് കളിക്കുന്ന സ്ഥലം. തിരുവല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി പോവാം. എല്ലാത്തിനും ഇപ്പോൾ പിക്ക് ചെയ്യട്ടെ. സ്കൂൾ വണ്ടിയാണ് ഞാൻ, സ്കൂൾ വണ്ടി. അതുപോലെ ക്രിക്കറ്റ് കളി വണ്ടിയാണ് എൻ്റെത്. ഓരോരുത്തരന്മാരെ തൂക്കി വേണം നമുക്ക് പോവാനായിട്ട്. ലാഗേഷ് ഗോപാൽ ഞാൻ ഇന്ന് സെയിം കോസ്റ്റ്യൂം ആണല്ലേ, നമ്മൾ ടീം കോസ്റ്റ്യൂമാണ്. നമ്മൾ ഗണപതിനെ ഇനി പോണ വഴിക്കിടാണ്. ഓരോരുത്തരായിട്ട് പിക്ക് ചെയ്ത് നമ്മൾ പോകണം. ഇത് ക്രിക്കറ്റ് വണ്ടിയാണ്. പെട്ടെന്ന് വരാൻ പറ. ലാഗേഷ് വരെയാണ്. എന്തൊരു പരിപാടിക്കും നേരത്തെ ഇറങ്ങും. അതാ പുള്ളിയുടെ കഴിവ്. അതുകൊണ്ട് ലാഗേഷ് ഇന്ന് പേരിട്ടുണ്ട്. ടീമിന്റെ ജേഴ്സി ഇടാതെ വന്നേക്കണം. ഇന്ന് ബാറ്റിങ്ങും ഇല്ല ബോളിങ്ങും ഇല്ല. എങ്കില സൂപ്പർ ഹീറോസ് ടീം. അനീഷ് നമ്മൾ 3 പേര് ഇതാണ്. ഇനി ഗണപതി എന്ന് വെച്ചാൽ രാഹുൽ ഇന്ന് ഏത് കോസ്റ്റ്യൂമാണെന്ന് അറിയത്തില്ല. ജേഴ്സി ഒരുപാട് ജേഴ്സി ഉണ്ട്. അപ്പോൾ നോക്കാം നമ്മൾ എത്ര പേരാണ്ട്. അനീഷ് സെയിം നമ്മളെ ജേഴ്സി തന്നെയാണ്. വെപ്പൺസ് എടുത്താത്തോ അനീഷേ? ഇന്ന് പിപ്സന്റെ ടീമിനെ പിരിക്കാനുള്ളതാ. കഴിഞ്ഞ ആഴ്ചത്തെ കടം കിടക്കണ്. വെളിച്ചപ്പാട് ഇപ്പോൾ ഉറഞ്ഞു തുള്ളണ്. നമ്മളിന്ന് പിപ്സന്റെ ടീമിനെ തോപ്പിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളെ തോപ്പിച്ച് നിഷ ഇന്ന് ജയിക്കൂടെ നമ്മള്? കഴിഞ്ഞ ആഴ്ച ഒരു മാസം നമ്മൾ തോറ്റിട്ട് പിന്നെ നമ്മൾ കളിക്കാൻ പോയില്ല. നമ്മൾ ഇന്ന് അടിക്കും. ഇന്ന് നമ്മൾ അടിച്ചിട്ടില്ല. അതിനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണം. തോറ്റ് കഴിഞ്ഞാൽ അത് ഇടും. നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ തോക്കൂല ഇപ്രാവശ്യം. കോൺഫിഡൻസ് ആണല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കടം കിടക്കുകയാണ്. വരെ അത് വീട്ടിൽ മിക്കവാറും. ഇവനാണ് രാഹുൽ ഗണപതി. എനിക്ക് കാർ ഓട്ടിക്കാൻ വയ്യാത്തോണ്ട് സുബി. മീശേ എടാ പൊരിച്ച മീനടാ. മൂക്കിന്റെ പൊരിച്ച മീനണ്ട. ഇന്ന് നമ്മൾ തൊലയ്ക്കുന്നവന്മാരെ. ഇവരെ കാണാൻ എനിക്ക് മറ്റേ ആരെന്നറിയാമോ? മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, വീട്ടു ജോലി ചെയ്യണ ഒരു പെണ്ണ്, മറ്റേ താഴാനും തണുപ്പും കൈലാസ്ജിയുടെ ലുക്കാണ്. അവനെ കാണാൻ എനിക്ക് അവനെ ഓർമ്മ പറഞ്ഞ എന്റെ നീശയെ കൊണ്ട് നമ്മളെ കൈ മുറി അങ്ങനത്തെ മൂർച്ചയായിട്ട് വെച്ചേക്കാണ്. കാറ്റ് പിടിച്ച് കണ്ണി കൊള്ളോന്തോ ആ സാധനം. വലിയ മൂലങ്ങൾ കൊണ്ടുവരാം. നമ്മളെ പോലുള്ള ചില ആൾക്കാര് നമ്മൾ ബാക്കിലായി പോകും. അത് ഇങ്ങനെ ഇരിക്കുക അവസ്ഥ. ഇപ്പൊ അങ്ങനെയൊക്കെ വലിയ മൂലം വെച്ചാൽ ഫ്രണ്ടിൽ ഇരിക്കാം. കഴിഞ്ഞ കളി പിപ്സിന്റെ ടീമായിട്ട് കളിച്ചപ്പോ എങ്ങനെയാ? ഫസ്റ്റ് കളി 98 അടിച്ച് അവന്മാരടിച്ച്. നമ്മള് 77. അതില് സച്ച് 35 അടിച്ച്, ഞാൻ 26 അടിച്ച്. 26 എത്ര ബോൾ ഇതായാലും അടിച്ചല്ല. ഞാൻ ഈ പുള്ളി എത്രടാ? 2 ബോൾ 0. മതി. ഡക്ക് പോ വാഴ. രണ്ടാമത്തെ കളി 122 റൺ അടിച്ചു. 122 റൺ കിട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. രാഹുൽ 18-ന് 2 ഓവർ 38-ൽ 2. സച്ചുവിന് 1 ഓവർ 21-ൽ 1. സച്ച് 1 ഓവർ 18-ൽ 1. എന്നെ 1 ഓവർ 14 അടിച്ചു കേട്ടോ. ശമ്പൂണ്ടിന് കിട്ടില്ല കളി. തിരിച്ചടിച്ചത് രാഹുൽ 18 അടിച്ചു, 36 റൺ അടിച്ചു. സച്ചു 2 ബോൾ 2 റണ്ണ്, ഞാൻ ഡക്ക്. എല്ലാ കളി നമുക്ക് കളിക്കാൻ പറ്റും. 3-ാമത്തെ കളി നമ്മൾ വിജയിച്ചു. 3-ാമത്തെ കളി അവന്മാര് 94 അടിച്ച് 8 ഓവർ. അതില് അടി കിട്ടിയിരിക്കുന്നത് വിനേശൻ 30, 2 ഓവർ, അരുൺ 13, രാഹുൽ 2 ഓവർ 21, സഞ്ജു 1 ഓവർ 8, 1 ഓവർ 7, എന്നെ 1 ഓവർ 15. തിരിച്ച് രാമൻ സച്ചുവിനാണ് അടിച്ചേപ്പിച്ചു. രാമൻ 30, സച്ചു 32. പിന്നെ ലാസ്റ്റ് കളി അതൊന്നമായ കളിയായിരുന്നു. 8 ഓവർ നമ്മൾ 137 അടിച്ചു. ആദ്യത്തെ എറ്റി ചെന്ന പിന്നെ എറ്റി. അത് നമ്മൾ വാങ്ങിച്ചത് സച്ചു 2 ഓവർ 32, രാഹുൽ 2 ഓവർ 32, പിന്നെ സഞ്ജു 1 ഓവർ 21, അരുൺ ഭായ് 1 ഓവർ 29, എന്നെ 13 അടിച്ചു കൊടുക്കും. അനീഷ് ബെസ്റ്റ് ബോളർ. തിരിച്ച് സച്ചു 3 ബോൾ 5 ഔട്ടായി. രാഹുൽ 56 അടിച്ചു.
ഞാൻ 35 അടിച്ചു. ഒരു കളിയിൽ കളിച്ചല്ല. ഞാനാരും അടിച്ചില്ല. നമ്മൾ 112 അടിച്ചു പക്ഷെ തിരിച്ച്. അങ്ങനെ 3-1 തോറ്റ്. ഇന്ന് അതിന് ഈ പുള്ളി അതിനുവേണ്ടി താടി വരെ കളഞ്ഞു വേണ്ടി മഹാരാജ സുബി കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പുള്ളി ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ എവിടെ എത്തിയെന്ന്. നമ്മളെ തോപ്പിക്ക് അത്രയ്ക്ക് സുഖം വിചാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ ടീമിനെ തോപ്പിക്ക്. ടൂൾസ് എടുക്കട്ടെ, ടൂൾസ് നമ്മളെല്ലാം ഇട്ടുണ്ട്. ഇതേട് നിങ്ങൾ ഇതാണ് ഗൈസ്. നമുക്ക് ടോസ് കിട്ടി, നമ്മൾ ബാറ്റിംഗ് എടുത്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യണ ഫസ്റ്റ് കളി എന്നെ കുരുതി കൊടുക്കും. ഞാനും ഡോക്ടർ അനീഷ് പുള്ളിയായിട്ടുള്ള ഒരു ചെറിയ പാർട്ണർഷിപ്പ് ഉണ്ട് നമുക്ക്. ഏതാണ്ട് എന്തായാലും പറയാ ഒന്നും പറയാനില്ല, കാണിക്കാനാണുള്ളത്. നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ കളിക്കുന്നത്. വെല്ലു വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ചുമ്മാ അവരെ മൂപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്നും പറഞ്ഞ് അടിച്ച് പിരിക്കുമെന്നൊക്കെ. എങ്കിലെ കളി നല്ല തന്നെ. അപ്പൊ നമ്മൾ ആ ഒരു ഫൈറ്റിന് വേണ്ടി നല്ല കളി പറഞ്ഞു. വാശി ഉണ്ടെങ്കിൽ നല്ല കളി വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെ മൂപ്പിച്ച് ബാക്കിയെ ജയിക്കുക. അത് കളിയിലെ ഉള്ളതാണ്, അത് വേറെ കാര്യം. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. അനീഷ് 50 റൺസ് ആയിരിക്കുകയാണ്. അനീഷ് 50. ടീമിൽ ആഷിം അംല എത്തിയിരിക്കുകയാണ്. അതാ ഒരു ക്ലാസിക് 4. 6 ഓവർ 100 റൺസ് ആയിരിക്കുകയാണ്. അനീഷ് 50യോടുകൂടി മുന്നേറുന്നു. സെഞ്ചുറി അടിക്കും. നീ വേടാ മുടിയും താടിയും പറ്റി കളിക്കാൻ വന്നപ്പോഴേ വിചാരിച്ചു ഇതൊക്കെ തന്നെ. ഇവിടെ ഇരിക്കും, നീ മൂലം ഇറക്കട്ടെ. ഇനി അടുത്ത കളി 50 അടിക്കാം. ഇന്ന് കണ്ണൻ്റെ സമയമാണ് ഇന്നത്തെ കളി. 6 29 റൺസ് ഷോട്ട്. ഇന്ന് അനീഷിന്റെ ദിവസമാണ്. വൈഫിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് വന്നപ്പോൾ അനീഷ് കട്ട ഫോമിൽ. AGR ആതിര GR വൈഫിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് വന്നപ്പോൾ അനീഷ് ഇന്ന് തകർത്ത കളി. എന്താ വേണ്ടേ? ഗ്ലൗ. അടിക്കൂടല്ലോ. പിള്ളേർക്ക് ഒരു ഹെലികോപ്റ്റർ കാണാൻ പറ്റുമോ? 6 ഫ്ലിക്ക് 6 ബൈ സഞ്ജു. ഔട്ട്. വലിച്ചടിക്കേണ്ട അടി. മീശ മാർജൻ ആണ് ബാറ്റ് ഇറങ്ങുന്നത്. മീശ മാർജാരൻ സുബി. ഓക്കെ, 8 ഓവർ 125 റൺസ് ആയിട്ടുണ്ട്. ഈ ടീമിന്റെ നട്ടലായ പിപ്സനാണ് അറിയാൻ വരുന്നത്. അതാ ഒരു ലക്കി 4. മീശ മാർജാറിന് ഒരു ലക്കി 4 കിട്ടിയിരിക്കുകയാണ്. ഒരു ബോൾ ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഇതിൽ ഏത് കൊണ്ടാണ് പോണേന്നുള്ളത്. ബാറ്റ് പ്രശ്നം വരുന്നു. 4 പോയ ബാറ്റ് മാറ്റിയിരിക്കുന്നു. പുള്ളിക്ക് 4 പോണ ബാറ്റ് പറ്റൂല, 6 പോണ ബാറ്റ് തന്നെ വേണം. കണ്ടോ, ബാറ്റ് മാറ്റി അങ്ങനെ ഇരിക്കും. സുബി മീശ മാരാജന്റെ മീശ മാർജാരൻ ഒരു 6 അടിച്ചിരിക്കുന്നു ടീമിന് വേണ്ടി. സുബിര ക്ലാസിക് മീശ മാർജാരന്റെ രണ്ടാമത്തെ 6. അനീഷ് എത്രയായി? അനീഷ് 67 റൺസ് ആയിരിക്കുകയാണ്. ലാസ്റ്റ് ഓവർ. വെൽ പ്ലേഡ് അനീഷ്. നല്ല കുഴപ്പമില്ല. ഷോട്ട് 150 റൺസ് ആയിരിക്കുകയാണ്. ലാസ്റ്റ് ബോൾ 9.5 ബോൾ 150. ലാസ്റ്റ് ബോൾ 149 ആണ്. ഇല്ല. ഔട്ട്. 150 10 ഓവർ ജയിക്ക് 51. നമ്മൾ 150 അടിച്ചു, അവർ 123 അടിച്ചു. ഈ ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല സ്കോർ വരുന്ന ഗ്രൗണ്ടാണ്. അപ്പം നല്ല ഫൈറ്റുള്ള കളിയാണ്. നമ്മൾ ജയിച്ചു. അടുത്ത കളി നമുക്ക് ടോസ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ബാറ്റ് ഇറങ്ങുന്നു. ഗണപതി ആൻഡ് രാംരാജ്. ഗൈസ്, ഇക്കളി ഞാൻ ദയനീയമായിട്ട് റണ്ണൗട്ടായി. ഈ മരവാട് അടുത്താളായിട്ട് നീ ഓടണ്ട, ഒരു റണ്ണ് ഓടേണ്ടത്. നിങ്ങൾ ഇങ്ങനെ വീടിന്റെ അടുത്ത് ആണ് ഈ ഗ്രൗണ്ട്, അതുകൊണ്ട് വീട്ടിൽ പോക്കോ. ഗൈസ്, എന്നെ റണ്ണൗട്ടായി. അതിന് അടുത്തോടെ നീ റണ്ണ് ഓടണ്ട, 1 ഓടണ്ട 2 ഓടണ്ട, 6 4 അടിച്ച് കളിച്ചായി. നമ്മൾ രണ്ടാമത്തെ കളി ജയിക്കാൻ 118. രണ്ടാമത്തെ കളി നമ്മൾ തോറ്റു. മൂന്നാമത്തെ കളി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ബാറ്റിംഗ്. ജയിക്കാത്ത കളി നമുക്ക് ജയിക്കാൻ 114. ഇപ്പൊ സ്കോർ 31-2. ഇടയ്ക്കാ പുള്ളി കഴിഞ്ഞ കളി 50 അടിച്ചു കേട്ടോ. സെഞ്ചുറി അടിക്കായിരുന്നു, പക്ഷെ എന്നെ റൺ ഔട്ട് ആക്കി. അതുകൊണ്ട്
കൊടുത്തില്ല അങ്ങനെ തന്നെ വന്നു ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ കളി ക്രൂഷ്യലായി വരും 40-ൽ 4 വിക്കറ്റ് ഇവരെ വാഴക്കിഴങ്ങുകളെയൊക്കെ കണ്ടാ മതി ഡക്ക് എങ്ങാനും ആയി വരെ റെഡി ആക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ അൻസറൊക്കെ ഇറങ്ങിയ ഔട്ട്. കണ്ണനും ഈ ഡയറക്ടർ അബീത്തേട്ട ഈ 101 ജേഴ്സി അടിച്ചിട്ടുണ്ട്. ഈ ടോട്ടൽ സ്കോർ പോലും അത്ര ഇല്ല. ഹൈ സ്കോർ ടോട്ടൽ ക്രിസ്കി റോസിൽ 10 റൺ തയ്ച്ചിട്ടില്ല. കുഴപ്പമില്ല. ഈ ഡയറക്ടറിന് 101 ആര് ജേഴ്സി കൊടുത്ത 1 റൺ എന്നാ 2 റൺ എന്നൊക്കെ കൊടുക്കണം ബാക്കിൽ. അനീഷ് ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് കളി 50 അടിച്ച പ്ലെയറാണ്. ഈ കളി ഒരു 30 റണ്ണിൽ അടിച്ചാണെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ 28. ഗൈസ് ജയിക്കാൻ ഇനി 35 ബോൾ 65. അനീഷ് 4 അടിച്ചു. ബേബിയിലാണ് ആകെ ഒരു പ്രതീക്ഷ. ബേബി ഇപ്പൊ ഫോമില്ല. ഒരുത്തലിൽ പ്രതീക്ഷയുണ്ട്. അവൻ ഗ്ലൗ ഒക്കെ ഇട്ട് പൂർവിക്കൊണ്ട് എടാ അബീത്തായിട്ട് ഔട്ടായ കുഴപ്പമില്ല. അനീഷ് എങ്ങാൻ ഔട്ടായ നിന്നെ റെഡി ആകണം. അത് കാട്ടിയിട്ട് പണ്ണും. എല്ലാ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഭാര്യയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് വന്നതിലാണ്. ആതിര ജിആറിന്റെ അതാണ് ഇന്ന് അവന്റെ ഭാര്യക്ക് നല്ല അക്കൗണ്ട്, ഇവന് നല്ല അക്കൗണ്ട്. കണ്ടോ ഭാര്യ എന്ന് കേട്ട വിറക്കാണ് അനീഷ്. അതാണ് ഈ അടി. ഭാര്യയുടെ പേര് പറയുമ്പോ അനീഷ് 6 അടിക്കണ്ട. ഇജാതി കലിപ്പ്. അനീഷെ ആതിര കണ്ടോ ആതിര എന്ന് പറഞ്ഞ അടിക്കിട്ട് 6. ഇതിന് ദേഷ്യോട് ആതിര എടുത്ത്. ഇത് സത്യമാണോ അല്ലേ നോക്കാം. അനീഷ ആതിര കണ്ടാ ഇത് അത് തന്നെ. ആതിര പൂജിച്ചു വിട്ട് കേട്ടോ. ബാറ്റ് പൂജിച്ചു വിട്ട് ഇവനെ പൂജിച്ചു വിട്ടെന്ന്. ആതിര ഈ ആതിര തേജ് ഇതെല്ലാരും കൂടി വിളിച്ചെന്നിട്ടാ. ഈ ആതിര എല്ലാണം കൂടി ആതിര എന്ന് വിളിച്ചാലാണ്. ഒരാൾ വിളിച്ചെങ്കിൽ അത് പഠിച്ചു. ഡേയ് ഇത് എന്തിനാടാ ഇത് പൂച്ച മീൻ കടിച്ചോണ്ട് പോക കിടക്ക്. ഇന്നലെ വൈകിട്ട് കളിക്കാൻ പോയപ്പോ കുഴപ്പമില്ലായിരുന്നു. ഈ പയലിന് എന്തിനത് അതുകൊണ്ട് ഊഞ്ഞാലിടാലോ ഓണത്തിന് പിള്ളേർക്ക്. നമുക്ക് ഇവന്റെ ഭാര്യക്ക് വരിച്ചുണ്ടോ നോക്കാം. വിസ്മി രാഹുൽ വിസ്മി എന്ന് പറഞ്ഞ അടിക്കും നോക്കട്ട്. വിസ്മയക്കും പവറുണ്ട്, ആതിരയ്ക്കും പവറുണ്ട്. ആരും എന്റെ ഭാര്യയുടെ പേര് വിളിച്ചില്ല. അല്ലെങ്കിൽ ആദ്യത്തെ ഞാൻ കുറച്ച് അടിച്ചാൻ. വിസ്മയ അതൊക്കെ എന്ത് വേവാടാ സ്വന്തം ഭാര്യ എടുത്ത്. പേര് പറയുമ്പോ ഇങ്ങനെ അടിക്കണം. കിട്ടി വിസ്മയുടെ അടുത്തൊക്കെ എന്ത് ദേഷ്യം. ഈ വ്ളോഗ് കാണണേ വിസ്മയ ഇവനെ ഉണ്ടല്ലോ. നിന്റെ പേര് പറയുമ്പോ ഇജാതി അടിയോ. ഒരു കാമുകിയെങ്കിലും ഉണ്ടോ പേരെങ്കിലും വിളിക്കാൻ? ഇല്ലേ ചുമേരി ഈ സ്ഥലത്തിന്റെ പേര് വിളിക്കാൻ. നൂറാണി പക്ഷെ പുള്ളിയുടെ ദേഹത്ത് 101 ഉണ്ടേ. ഓ ഒരാണിയെങ്കിലും 99 ആണി. അബിത്തട്ട 99 ആണി. ഈ 99 ആണിയിലാണ് കേട്ടോ പ്രശ്നം ഇരിക്കണ. അഭിജിത്ത് 100 ആണിയല്ല, അഭിജിത്ത് 99 ആണ്. 99 ആണി. ഓ ആ ഗണപതിനെ എങ്ങനെ ഔട്ടാക്കിയാ അഭിതാട്ടാ. ഇവിടെ കുഴിയെടുത്ത് കുഴിച്ചു നിങ്ങളാ. 99 ജയിക്കാൻ 13. ഗണപതിയുടെ ഐശ്വര്യം വിസ്മയ. അതാ ഐശ്വര്യം ഗണപതിയുടെ വാഹനം എലി എന്ന പോലെ. ഓക്കെ ഗണപതിയുടെ വാഹനം വിസ്മയ. രാഹുൽ വിസ്മയിക്കുന്ന ഒരു കളി. വിസ്മയിക്കുന്ന കളിയുമായി രാഹുൽ വിസ്മയ. അഭിജിത്ത് 100 ആണിയിൽ എന്നും കൂടി സ്കോർ വന്ന 5 ബോൾ 19 ബോൾ 5. 99 ആണി കമം. ഈ 99 ആണിയിലാണ് കേട്ടോ പ്രശ്നം. 99 ആണി കമോ. 99 ആണിയും രാഹുൽ വിസ്മയും കൂടി കൂട്ടുചേർന്നപ്പോൾ സൂപ്പർ ഹീറോസിനെ വിജയം. അതത്രേ ഉള്ളു. പക്ഷെ എനിക്ക് ആ പുള്ളിയുടെ മീശ നോക്കട്ടെ. 90കളിലെ മീശ. ഇതെല്ലാം വിറ്റ് മീശ വെച്ചോണ്ട് വന്നിരിക്കുകയാണ് എല്ലാം. പുതിയ കളി തുടങ്ങി. കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു. പുതിയ കളി നമ്മൾ തുടങ്ങി. നമുക്ക് ബാറ്റിംഗ് ആണ്. കഴിഞ്ഞാൽ 6 ബോൾ കളിച്ചു. 8 ബോൾ. അടി എന്നാ ഷമീറിന്റെ വൈഫിന്റെ പേരാണ് ഷം. നീ ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐശ്വര്യ പവർ ഉണ്ടോ നോക്കാം. അമ്മ ഇറക്കില്ല. ഞാൻ കഴിഞ്ഞ 6 ബോൾ കളിച്ച് 28 റൺ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഔട്ടായി കൊടുത്തു. അല്ല പുള്ളിയൊക്കെ 1 ബോൾ കളിക്കും 300 രൂപയും കൊടുത്തിട്ട് പോകും. എന്ത് ലാഭം. നീ ചുമ്മാ ഇരിക്കണോ. ആ ചെറുക്കന്റെ അവസ്ഥ അരച്ചുകൂടാ. വരും 2 റൺ അടിക്കും 300 കൊടുത്തിട്ട് പോകും. ഈ ചെറുക്ക ഇത്തിരി ഔട്ടായ ഗണപതി നീ കർമ്മ
ഞാനും എനിക്കൊന്നും അവനാണ് കാണാനുള്ളത് കൊണ്ടില്ല. എടേ 10 പേര് 10 എണ്ണം പറയാതെ ആരെയും ഒന്ന് പറ. കൊണ്ട് ആൻസറിക്ക കൊണ്ടില്ല. നിങ്ങൾ കൊണ്ടില്ല. സുബിയ കൊണ്ട്. എടാ നീട്ടി അടിയാ അങ്ങോട്ട്. ഗണപതി എന്തിനാ അളി അത് കൊണ്ടില്ല. ഗൈസ് ഒന്നില്ല വെയിറ്റ് ഗൈസ് ആ ബേസിൽ കൊണ്ട് ഔട്ടാണ്. അപ്പോൾ ഞാൻ അത് കണ്ടില്ല. ഞാൻ ഇത്ര നേരം വീഡിയോ എടുത്തുകൊണ്ട് കഴപ്പിന് ഞാൻ ഷോട്ട് നോക്കാൻ വേണ്ടി പോയതുകൊണ്ട് ആഷിഖ് നമ്മളൊരു 6 അടിച്ച് കഷ്ടകാലത്തിന് ഞാൻ ഓഫ് ചെയ്ത് വെച്ച് അത് സാധനത്തിൽ കൊണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞ്. ഞാൻ കണ്ടില്ല. ഗണപതി കർമ്മൈസേ ബൂമറായി. നീ ഒരിക്കൽ എന്റെ ബാറ്റി പോലും കൊണ്ടില്ല, എന്നിട്ട് നീ ഔട്ട് എടുത്ത് ഞാനും ഇതേ നിലവിളി വിളിച്ച് എടാ കൊണ്ടില്ല കൊണ്ടില്ല ഇതേ നിലവിളി ഞാൻ വിളിച്ച്. അന്ന് നീ ഇത് അടിച്ച് കർമ്മൈസേ ബൂമറായി മൈരൊക്കെ ഇത് എന്നെ വേണം. ബേസടി കൊണ്ടില്ലെങ്കിലും കൊണ്ടത്. റാം 77 2 ധോണിയുടെ പവർ. ആ രാമന്റെ മൊട്ടത്തലയിൽ അങ്ങനെ കൊണ്ടുവന്ന വേണ്ട വിഷയാനോ. സഞ്ജുന്റെ ഈ നിപ്പ് മാത്രമേ ഉള്ളൂ, അടിക്ക് പവറില്ല. സഞ്ജു അടിക്കുന്നു, അടിക്കുമോ ഇല്ലയോ? എടാ ഗണപതി നീ അത്രയും ചെല്ല. ഈ പുള്ളി വരും 2 റൺ അടിക്കും. നീ എവിടെ നോക്കടാ, എല്ലാ കളിയും വരും 2 റൺ 300 രൂപ കൊടുത്തിട്ട് പോടാ. കണിയാപുരത്ത് നിന്ന് ഇതുവരെ വരോടാ. ഇപ്പൊ തന്നെ ഇത് 32 കിലോമീറ്റർ താണ്ടി പറഞ്ഞാ. എന്നിട്ട് ചില കളി ഡക്കായിട്ട് പോകും, ചില കളി ഒന്നും കൊടുക്കൂല. എന്നിട്ട് 300 തരാം. ആ പുള്ളിക്ക് ഇല്ലാത്ത ഒരു വിഷമം നിനക്ക് എന്തിനാണോ? നീ എല്ലാ കളി അടിക്കണം. ഷബീറ നീ ചുമ്മാ നീ ഇത് കൊണ്ടെങ്കിലും നീ കളി പഠിക്കണം. നീ ചുമ്മാ 300 പണിക്കും 500 രൂപ കിട്ടും, അതിൽ 300 രൂപ കളിക്കും കൊടുത്തിട്ട് പോകും. അവസരം കിട്ടാനില്ല. തരണ അവസരത്തിൽ 76 36 ഒക്കെ വാങ്ങിച്ചോണ്ട് പോകും. ഒരെണ്ണം അടിച്ച് ജീവതിട്ട് ജിമ്മിലും പോണേണ്. എന്റെ പ്രോട്ടീനും മോട്ടിച്ച് കുടിക്കും. അടി അങ്ങോട്ട് ഇത്തിരി ഓക്കെ ആവതിട്ടടിച്ച് പറഞ്ഞപ്പോ അടി തുടങ്ങിയിരിക്കുന്നു. രാഹുല് കലിപ്പിലായിട്ടാ. അല്ല ഇത് ഞാൻ വന്ന് ഇതേ നിലവിളി വിളിച്ചു. ഞാൻ ബാറ്റ് എടുത്ത് എറിയ വരെ ചെയ്ത് ഔട്ടല്ല നിലവിളിച്ചു. ഈ അമ്പയർ എനിക്ക് 50 അടിക്കാൻ 3 or 4 റൺ ഉണ്ടായിരുന്നു. അപ്പോഴും അത് ബാറ്റിൽ പോലും കൊണ്ടില്ല. ഈ നിലവിളിയായിരുന്നു ഞാനും പുറത്തു പോയിരുന്നു വിളിച്ചത്. അതാണ് പറയുന്നത് കർമ്മൈസേ ബൂമറാങ്ങണ മതി. ഔട്ട് ചെയ്യണ്ട കടമതി. അത് ഞാൻ കണ്ടില്ല, പക്ഷെ അത് ഔട്ട് ചെയ്യണ്ട. രാമ ശ്രീരാമ 2 ധോണിയുടെ പവർ. ആ പുള്ളിയുടെ ബാക്കി കണ്ടോ നിങ്ങൾ? അംല സൗത്ത് ആഫ്രിക്കയ്ക്കെങ്കിൽ പാറോട്ട് കോണത്തിനും തിരുവനന്തപുരത്തിനും രാമൻ. കണ്ട രാമൻ തിരിഞ്ഞേ. ആ രാമ 50 ഒന്നും ആയില്ല, ചുമ്മാ 15 റണ്ണും ആയില്ല. ബാറ്റ് പോകുന്നു. രാമൻ 25 രാമൻ 6 ബോൾ 25. ഓ റൺ ഔട്ടാടാ ഷമീറെ. ചുമ്മാ കണ്ണൗട്ടോ കണ്ണി കളി ഔട്ട് ഇറങ്ങിയില്ലേ? പോയി നിൽക്കും നൈസ് അമ്പയർ കേട്ടാ. കഴിഞ്ഞ കളി ഇറങ്ങിയ അടിക്കുകയും ചെയ്തു. കൊണ്ടില്ല. അഭിജിത്ത് 100 അടിക്ക് തിമിരോണേ. ഈ അഭിജിത്ത് 100 അടിക്ക് കണ്ണുണ്ട്. തിമിരത്തിന്റെ ഓപ്പറേഷൻ ആണ് വിട്ടാഴ്ച. അത് അവിടെ ഇരുത്താരെ കണ്ടെന്ന് ഔട്ട് പറഞ്ഞ് കരയിരുത്തി. ഇനി അതിനെ പറിച്ച് മിണ്ടും കാറി ഇരുന്ന് വധിക്കാം അനീഷിനെ. പോരെ ഗണപതി നിനക്കേ അതെ ഞാനാണ് ഇറങ്ങാൻ. അനീഷേ നിങ്ങൾ അടുത്ത കളി ആദ്യം ഇറങ്ങിക്കോ. ഞാൻ 2ാമത് ഇറങ്ങിയിട്ട് അടുത്ത കളി ഇത് കണക്ക് 2ാമത് ഇറങ്ങിക്കോളാം. ഇത് 6 ബോളും തരും. ഫസ്റ്റ് ഓപ്പണിംഗ് അറിയാം 6 ബോൾ 6 സിക്സ്. ഞാൻ അമ്പറിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് അടുത്ത കളി അവസരം കിട്ടില്ല. രാമ ഇവിടെ സ്ഥിരം കളിക്കുമ്പോ ഒരു കളിയെങ്കിലും അടിക്കണം. 6 അടിക്കും. അടിയടിയാ 139. എത്ര ഓവർ? 7 ഓവർ. 153. അതെ 2 ബോളിന്റെ മറ്റവനായിരുന്നെങ്കിൽ എടുത്തേ. ഓടി പോറോ കളിക്കട്ടാ. ഒന്നും
അതെന്താ ആറിനടിയേ ആറിനുണ്ട് അയ്യോ ഒന്നും പോടാ നീ 45 സെൽഫിഷ് സച്ചു സൂപ്പർ ഹീറോ ഇത്ര സെൽഫിഷ് ആണ് അതെ 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 അത് ഭയങ്കര ഉണ്ട്. കേട്ടോ. അത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതിനോട്. 91 അടിച്ചിരിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ അപ്പുറം നിൽക്കുമ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതിനോട്. 200 വിഷമമുണ്ട്. അയാളെങ്കിലും അടിച്ചേനടാ അവൻ 50 അടിക്കൂല അതിനല്ലേ ഔട്ടാണോ ജയിക്ക് എത്രടാ? ജയിക്ക് 203. അതില് രാമ എത്ര അടിച്ചടാ? 92. ഞാൻ 100 അടി സമ്മതിച്ചില്ല ഗൈസ്. അതെന്ന് വെച്ചാൽ ഞാൻ 45 അടിച്ച് ഗൈസ്. ഞാനൊരു 50 അടിക്കട്ടെന്ന് വിചാരിച്ചു. കാരണം 100 കൊണ്ട് പ്രത്യേകിച്ച് BCCL ഒന്നും ഒരു വേറെ ഇതൊന്നുമില്ലല്ലോ. അല്ല സ്ട്രൈക്ക് കൊടുത്ത് അടിക്കാത്തതാണ് രാമ. 2 ബോൾ കളിച്ചു ഞാൻ ഔട്ടായി. അത് കുഴപ്പമില്ല. എല്ലാം ഓരോ സ്ക്രീൻഷോട്ട് കൊണ്ട് നടക്കുകയാണ്. സെർവർ ഇഷ്യൂ എന്നൊക്കെ പറയും. സുബിയൊക്കെ അടവിന്റെ ആളാ. ഈ ശാസ്ത്രജ്ഞൻ എത്ര മാർക്ക്? ഓണം അടുത്തപ്പോ നീ ചുണ്ടൻ വെള്ളം ഇറക്കണല്ലടാ വള്ളം കളിക്ക്. അല്ലല്ല ഇത് ഊഞ്ഞാലിട്ടുള്ള ഇവിടെ ഓക്കെ. ഈ ഇൻസ്പെക്ടർ ഗരുഡ് സുബി പിന്നെ ഇതേതാണ് ഗൈസ്? രാമൻ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം സെഞ്ചുറി കുഴപ്പമില്ല രാമ, നല്ല കളി. നമ്മളെ സൂപ്പർ ഹീറോസ് ടീമിലെ ടോപ്പ് സ്കോറർ രാമനാണ്. 91 റൺസിന് 22. ഓ ഇന്റർനാഷണൽ റെക്കോർഡായിരുന്നു. ഓ രാമൻ ആ വീഡിയോ ആരെങ്കിലൊക്കെ വീഡിയോ ആണോ രാമ? ഞാൻ ഡിലീറ്റ് ചെയ്യും. ഷവായി വാങ്ങിച്ചു തന്നാൽ തരാം. രാമന്റെ ചെലവിന് കൊണ്ടുപോവാ ഞാൻ. സെഞ്ചുറി അടിച്ചിരുന്നെങ്കിൽ ചെലവായിരുന്നു. സെഞ്ചുറി അടിച്ച് സമ്മതിച്ചില്ല. രാമന്റെ കൊണ്ടതേ ഭാഗ്യം. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ 4 കളി കളിച്ചില്ല 3 കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ കളി അടിച്ച് പിരുത്ത്. രാമ 91 റൺ അടിച്ച് 27 ബോളിംഗ്. രാമന് കൊടുത്തില്ല. ആര് ചുമ്മാ ഞാൻ മര്യാദക്ക് കൊടുത്തില്ല. ഞാൻ 6 അടിച്ചു. ഞാൻ 6 അടിച്ചു. അപ്പൊ ഇനി അങ്ങനെ അപ്പുറത്ത് പോകണം കൊള്ളായിരുന്നല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാനും പൈസ കൊടുക്കണം. എനിക്ക് അടിയുണ്ട്. എന്റെ പൈസ രാമനല്ലോ കൊടുക്കുന്നത്. ഇല്ല 45 ആരും കിട്ടിയില്ലല്ലോ. എനിക്ക് പിന്നെ ഈ പുള്ളിക്കുള്ള ജനവധിക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെ 12-2 ഇനി ഇവിടെ എത്തുമ്പോൾ 1 മണിയാവും നമ്മൾ. അപ്പൊ ഇന്നത്തെ എല്ലാവരും നമ്മൾ എൻജോയ് ചെയ്തു. ഇപ്പൊ ലൈഫൊക്കെ നാളെ ഇനി എന്താണെന്നൊക്കെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എല്ലാ ടൈമും നമ്മൾ എൻജോയ് ചെയ്യുക ലൈഫ്. ഓരോ നിമിഷവും ക്രിക്കറ്റാണ് നമ്മൾ ലഹരിയെങ്കിൽ അങ്ങനെ, ഫുട്ബോൾ ആണെങ്കിൽ അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്യുക ലൈഫ്. ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു ദിവസം തിരിച്ച് കിട്ടൂല. എത്ര നാള് ഗണപതിക്ക് 2 പിള്ളേരൊക്കെ കഴിഞ്ഞാൽ ഗണപതിനെ വീട്ടിൽ നിന്ന് ഇറക്കൂല അവള്. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അല്ല എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമല്ല കഴിച്ചു. കാരണം അവളുടെ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, എല്ലാവരും. അപ്പൊ അവര് നോക്കാറുണ്ട്. എന്റെ വീട്ടിൽ ഇപ്പൊ കൊച്ചിനെ കണ്ണൊട്ടിച്ചിട്ട് വരാൻ കളിക്കേ. ഓ കൊച്ചിനെ വരെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കണം അമ്മ തന്ത്രപരമായിട്ട്. അപ്പൊ അങ്ങനെ നമ്മള് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒരു ദിവസം പോകണം. ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഇനി കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി കിടന്ന് ഉറങ്ങുന്നു. ഇവ ഉറങ്ങൂല. ഇവനും എന്റെ അനിയനൊക്കെ PUBG കളിയാണ്. 5 നാളെ വണ്ടർലേ പോണം. ടിക്കറ്റ് ബുക്ക് ചെയ്യില്ല. ബാക്കി 4 ടിക്കറ്റ് ബുക്ക് അതെ ഇപ്പൊ തന്നെ ട്രെയിനിൽ പോയി കളിച്ചു കൊടുത്താലും മതി. അനീഷ് ഉറങ്ങണം 5:30 കേട്ടോ. എന്നിട്ട് എണീക്കുന്ന ഉച്ചയ്ക്ക് 12 മണിക്ക്. പാട്ടല്ലേ PUBG-ല് അനീഷ് അഗ്ര കണ്ണനാണ് ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മളുടെ ഓരോ ദിവസത്തെ ഗുണങ്ങളും കളികളും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. അല്ലെ സുബീനെ ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുക. മീശ ഇഷ്ടപ്പെട്ടവർ നിങ്ങള് ഇവരെ മീശ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയണം. ഞാനും അതുപോലെ വെക്കുന്നതായിരിക്കും. 92 റൺ അടിച്ചിട്ട് ഇതാ പോകുന്നു കാറിൽ സോളോ. ബിഗ് ഫാൻ ആ അതാര് അവിടെ ഉണ്ടായിരുന്നാ? അവിടെ കാറി ഉണ്ടായിരുന്നാ? നമ്മളറിഞ്ഞില്ലല്ലോ. ഗൈസ് രാമാള് ശരിയല്ല കേട്ടാ. നമ്മൾ സത്യം പറഞ്ഞ ഇത്ര നേരം രാമൻ കാറില് ഒറ്റയ്ക്കാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ആ പുള്ളിനെ ഇത്ര 3 മണിക്ക് നമ്മൾ കളിച്ച പുള്ളിയെ വെളിയിൽ പോലും നമ്മൾ കണ്ടില്ല. കണ്ട വെളി കണ്ടില്ല. പുള്ളി മുടിയൊക്കെ വളർത്തിയൊരു പുള്ളിയാണ് കേട്ടോ. അത് ഡാർസല്ല അത്. പക്ഷെ സംതിങ് ഫിഷി. രാമൻ കല്യാണം കഴിക്കുന്നില്ല, പെൺകുട്ടികളോട് താല്പര്യമില്ല. പക്ഷെ
എന്തൊക്കെ ഫിഷി പോലെ രാമൻ. എനിക്കറിയത്തില്ല ഗൈസ്. രാമൻ നോട്ടി പോയി അവൻ. അതുപോലെ ഇരിക്കുകയല്ല നമ്മളെ ജോണി സിൻസിനെ പോലെ. ഓക്കെ ബൈ ഗൈസ്.